ഈഴവ സമുദായം എപ്പോഴും കൂടി നിന്നത് ഇടതുപക്ഷത്തോട് കൂടെ തന്നെയാണ്. അത് ഒരു കാരണത്തും കാലത്ത് നിന്നിട്ടുണ്ട്. പിന്നെ ഈഴവ സമുദായത്തിൽ നിന്ന് കോൺഗ്രസിന് മുഖ്യമന്ത്രിമാർ വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്ന് വെച്ച് അന്ന് ആ കാലത്തും ഒരു പരിധി വരെയുള്ള ഇടതുപക്ഷം മാത്രമാണ് പിന്നെ കോൺഗ്രസിൻ്റെ കൂടെ നിന്നിട്ടുള്ളൂ. പക്ഷേ ആ കാലത്തൊക്കെ സംഭവിച്ചത് എന്താണ്? ആ സമയത്ത് കെ എം മാണി എന്ന് പറയുന്ന നേതാവുണ്ട്. കാരണം കെ എം മാണിയിലുള്ള നേതാവും പിന്നെ ഈ വെള്ളാപ്പള്ളി നടേശനൊക്കെ നല്ല ബന്ധം സൂക്ഷിച്ചുകൊണ്ടിരുന്ന നേതാക്കന്മാരാണ്. വെള്ളാപ്പള്ളി നടേശനെ കോൺഗ്രസിനോട് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന പിന്നെ അതുപോലെ തന്നെ ഈഴവ സമുദായത്തെ കോൺഗ്രസിനോട് അടുപ്പിക്കാൻ പറ്റിയ ഒരു നേതാക്കന്മാരായിരുന്നു ഈ പറയുന്ന കോട്ടയം, ആലപ്പുഴ, എറണാകുളം ഭാഗത്തുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പാലാ നിയോജക മണ്ഡലം പാലയിലൊക്കെ കെ എം മാണി ഇവരെ കൈവെള്ളയിൽ കൊണ്ടുനടക്കാൻ അവസാനം കെ എം മാണിയെ വിജയിപ്പിക്കുന്ന വെള്ളാപ്പള്ളിക്ക് റോളുണ്ട്. അതേപോലെ അതെ, അപ്പൊ കൈവെള്ളയിൽ കൊണ്ടു നടക്കുകയാണ്. അപ്പം വെള്ളാപ്പള്ളി ഈ കെ എം മാണിയെ പോലെ ഒരു നേതാവിനെ കോൺഗ്രസിൽ നിന്ന് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഒരു സമുദായത്തെ കോൺഗ്രസിനോട് UDFിനോട് അടുപ്പിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന ഒരു ദോഷം എന്ന് പറയുന്നത് UDFിനെ സംബന്ധിച്ചിടത്തോളം, ഞാൻ മിനിഞ്ഞാന്ന് മീഡിയ എഡിറ്റേഴ്സിലും പറഞ്ഞു, ഇപ്രാവശ്യത്തെ ഇലക്ഷൻ പറയുന്നത് അവർക്ക് ഭയങ്കര ക്രൂഷ്യലായിരിക്കും. അവരെ ഈ പറയുന്ന സമുദായങ്ങളെയൊന്നും അവർക്ക് ഈ പറയുന്ന അത്ര എളുപ്പത്തിൽ അവരെ കൂടെ നിർത്താൻ പറ്റില്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ്? ഇങ്ങനെ സമുദായങ്ങളുമായി ബന്ധം സ്ഥാപിക്കാൻ പറ്റിയ നേതാക്കന്മാർ ആ സംവിധാനത്തിൽ ഇല്ല എന്നുള്ളതാണ്.